രാക്ഷസ പീഡനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശിയായിട്ടുള്ള ഷൗക്കത്ത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇന്ന് രാവിലെയാണ് ഈ ഓട്ടോ തൊഴിലാളി കൂടിയായിട്ടുള്ള ഷൗക്കത്തിനെ എനിക്ക് പിൻഭാഗത്ത് കാണുന്ന വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ മരണം നടക്കുന്നതിന് തൊട്ട് മുൻപാണ് നിലവിൽ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പലവിധ പോസ്റ്റുകൾ അദ്ദേഹം ഷെഡ്യൂൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ആ പോസ്റ്റുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. ആ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ആ പോസ്റ്റ് കണ്ട ഉടനെ നാട്ടുകാരാണ് വിവരം അറിഞ്ഞുവിടുത്തി പരിശോധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത്. നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നു. 5 വർഷം മുമ്പാണ് ഈ ഒരു വാഹനം വാങ്ങുന്നത്. ഈ ഒരു വാഹനത്തിന് നേരത്തെ ഏജൻറ്റ് മുഖാന്തരം MVDയെ സമീപിച്ച ഘട്ടത്തിൽ 2 തവണ ഫിറ്റ്നസ് ലഭിച്ചിരുന്നു. ഈ 2 തവണയും അതിനുവേണ്ടി കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. 3-ാമത്തെ തവണ ഏജൻറ്റ് മുഖാന്തരമല്ലാതെ നേരിട്ട് MVDയെ സമീപിച്ചതിൻ്റെ ഫിറ്റ്നസിന് വേണ്ടി ശ്രമിച്ച ഘട്ടത്തിൽ അത് ലഭിച്ചില്ല എന്നുള്ളതാണ് മരിച്ച യുവാവിൻ്റെ ഷൗക്കത്തിൻ്റെ പ്രധാനപ്പെട്ട പരാതി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓട്ടോയുടെ ഒരു ഭാഗത്തുള്ള കമ്പി, ഈ കമ്പിയുടെ നീളം കൂടി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MVD ഉദ്യോഗസ്ഥർ, കൊണ്ടോട്ടിയിലെ MVD ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഫിറ്റ്നസ് നിഷേധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇതിനെ തുടർന്ന് കഴിഞ്ഞ 1 വർഷത്തോളമായി വാഹനം ഓടിക്കാൻ കഴിയാതെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നതായി യുവാവ് പല ഘട്ടങ്ങളിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനിടയിലാണ് ദാരുണമായിട്ടുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയ വിമർശനമാണ് MVDക്കെതിരെ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 2 തവണ കൈക്കൂലി വാങ്ങി ഒരു തരത്തിലുള്ള പരിശോധനയും നടത്താതെ ഈ വാഹനത്തിന് ഫിറ്റ്നസ് കൊടുത്ത MVD അത്തരത്തിൽ ഫിറ്റ്നസ് ലഭിച്ചു എന്ന് യുവാവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നീട് നേരിട്ട്, അതായത് ഏജൻ്റ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ വാഹനത്തിൻ്റെ ഫിറ്റ്നസിന് വേണ്ടി ശ്രമിച്ച ഘട്ടത്തിൽ ഫിറ്റ്നസ് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയും ഇത് ടാക്സിയായിട്ട് ഓടാൻ കഴിയാതെ ഇവിടെ നിർത്തിയിടുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് യുവാവ് ചൂണ്ടിക്കാണിക്കുന്നത്. വിശദമായിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് അത് വൈകാരികമായിട്ടുള്ളൊരു കുറിപ്പായി തന്നെ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള പിഴവ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുണ്ട്, അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മരിച്ച ഷൗക്കത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് തൊട്ട് മുൻപ് വേണമായിരുന്നു. ഇത്തരത്തിലുള്ള തുടർ നടപടികളൊക്കെ തന്നെ തൻ്റെ മരണത്തിന് ശേഷം സംഭവിക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഷൗക്കത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. പക്ഷേ അതിന് മുൻപ് ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ച് ഇത് പരിഹരിച്ചു തരാൻ ആവശ്യപ്പെട്ടിട്ടും അത് സംഭവിച്ചില്ല. ഈ വാഹനമൊന്നും നമ്മൾ കാണണം ഷിഹാസ്. സാധാരണ ഓട്ടോയിലൊക്കെ തന്നെ കാണുന്ന രീതിയിലുള്ള ഒരു കമ്പിയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഈ കമ്പിയുടെ നീളം ഒരു വശത്തേക്ക്, അതായത് ഈ കാണുന്ന കമ്പിയുടെ നീളം ഒരു വശത്തേക്ക് കൂടിപ്പോയി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവാവിന് ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് നിഷേധിച്ചെന്ന് ഓർക്കണം. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 2 തവണ ഈ വാഹനം പോലും കാണാതെ ഈ MVD ഉദ്യോഗസ്ഥർ ഇതിന് ഫിറ്റ്നസ് നൽകി എന്നുള്ളത് യുവാവ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ MVDയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. പല തവണ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലും അവരിൽ ഒരു ഉദ്യോഗസ്ഥരെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല.